ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തേർഡ് പാർട്ടി റിമൂവലിനെ പറ്റിയാണ്. ഒരു കാര്യം ഉറപ്പ് തരാം, ഈ വീഡിയോയിൽ പറയുന്ന കാര്യം അതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി പ്രോബ്ലം 100% മാറിക്കിട്ടും. വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിക്കറിയാവുന്ന പലരും ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അതുമൂലം അവർ വളരെ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 മേഖലകളാണ് ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ എന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മൾ ഡൗൺ ആയാൽ ബാക്കിയെല്ലാം അതിനനുസരിച്ച് താഴേക്ക് തന്നെ പോകും. എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അവർ എന്നോട് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് ടെക്നിക്സൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തു. അതിൽ മെയിനാണ് ടെലിപ്പതി മെത്തേഡ് ആൻഡ് ഹോപ്പണപ്പോണോ മെത്തേഡ്. ആദ്യം ഞാൻ പറയുന്നത് ഹോപ്പണപ്പോണോ എങ്ങനെ തേർഡ് പാർട്ടി റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യാം എന്നാണ്. ഹോപ്പണപ്പോണോ ഹോപ്പണപ്പോണോ പ്രയറിനെ പറ്റി കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ അത് നമ്മളുടെ എനർജിയെ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഹോപ്പണപ്പോണോ പ്രയർ യൂസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് മൊത്തത്തിൽ നമ്മളെ തളർത്തിക്കളയും. പിന്നെ ഓരോ നിമിഷവും നിങ്ങളുടെ ആ തേർഡ് പാർട്ടിയെ പറ്റിയും നിങ്ങളുടെ പാർട്ട്ണർ ചീറ്റ് ചെയ്തല്ലോ എന്നോർത്തുള്ള വിഷമവും ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ എന്താകും? വെരി ലോ. പിന്നെ അങ്ങോട്ട് സംഭവിക്കുന്നതെല്ലാം അതുപോലെയുള്ള അതേ ഫ്രീക്വൻസിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. വഴക്ക്, അടിപിടി, പിണങ്ങിപ്പോക്ക് തുടങ്ങിയവയൊക്കെ. ആദ്യമേ മനസ്സിലാക്കുക, പ്രതികാര മനോഭാവവും ദുഃഖം മുതലായ ഫീലിങ്സ് നമ്മളുടെ ഉള്ളിലുള്ളിടത്തോളം അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യം തന്നെയാകും നമ്മളുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്? നമ്മളുടെ മൈൻഡിനെ ക്ലിയർ ആക്കുക. അവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. തേർഡ് പാർട്ടി പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ പെയിൻ, ഇൻസെക്യൂരിറ്റി, ഫിയർ ഒക്കെ ക്ലിയർ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ആദ്യം നിങ്ങളൊരു ശാന്തമായൊരു സമയം തിരഞ്ഞെടുക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണ് ഏറ്റവും അനുയോജ്യം. കണ്ണുകളടച്ച് മനസ്സിൽ പറയുക, എൻ്റെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജിക്കും, കൺഫ്യൂഷനും, തേർഡ് പാർട്ടി സിറ്റുവേഷനും ഞാൻ ഉത്തരവാദിയാണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെയാണ് ഞാൻ ഉത്തരവാദിയാകുന്നത്? നോക്കൂ ഫ്രണ്ട്സ്, ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. നമ്മളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ ഇൻസിഡൻറ്റിൻ്റെയും ഉത്തരവാദി നമ്മൾ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ എനർജി, കർമ്മ, വൈബ്രേഷൻസ് എന്താണോ അതാണ് നമ്മളുടെ റിയൽ ലൈഫായി റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ എനർജി, വൈബ്രേഷനൊക്കെ മാറുമ്പോൾ സിറ്റുവേഷനും ചേഞ്ച് ആകും. ഹോപ്പണപ്പോണോ ചെയ്യുന്നത് നിങ്ങളുടെ എനർജി ക്ലെൻസ് ചെയ്യാനാണ്. സോ അതുവഴി സിറ്റുവേഷൻസ് ചേഞ്ച് ആകും. എൻ്റെ ഈ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് എനർജിക്കും, കൺഫ്യൂഷനും, തേർഡ് പാർട്ടി സിറ്റുവേഷനും ഞാൻ ഉത്തരവാദിയാണ് എന്ന് ഫീലിങ്സോട് പറയുക. പിന്നീട് ഈ 4 വാക്കുകൾ 7 തൊട്ടൊരു 21 മിനിറ്റ് വരെ ചാൻറ്റ് ചെയ്യുക. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഈ 4 വാക്കുകൾ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ആ ഓരോ വാക്കുകളും അതിൻ്റേതായ ഫീലിങ്സോടുകൂടി വേണം പറയാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഹോപ്പണപ്പോണോ മെത്തേഡ് കൊണ്ട് യൂസ് ഉണ്ടാവുകയുള്ളൂ. ഐ എം സോറി, എൻ്റെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ എനർജിക്കും, തേർഡ് പാർട്ടി സിറ്റുവേഷനും ഞാനാണ് ഉത്തരവാദി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിച്ചാലും. താങ്ക് യു, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ നിന്നും മാറിപ്പോകുന്നതിന് താങ്ക് യു സോ മച്ച്, ഐ ലവ് യു എന്ന് ഫീലിങ്സോടുകൂടി പറയുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരെയെങ്കിലും വിഷ്വലൈസ് ചെയ്യേണ്ട കാര്യമില്ല. സിറ്റുവേഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി. ഹോപ്പണപ്പോണോ മെത്തേഡ് കഴിഞ്ഞ് മാത്രം ടെലിപ്പതി ചെയ്യുക. കാരണം ടെലിപ്പതി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഇമോഷൻസ് കാമായിരിക്കണം, ഈഗോ, ഫിയർ ഇല്ലാതായിരിക്കണം. ടെലിപ്പതി എന്നത് ഒരു മാജിക്കല്ല, ഒരു വികാരം മറ്റൊരാളിലേക്ക് എത്തിക്കുന്ന സൈലൻറ്റ് കമ്മ്യൂണിക്കേഷനാണ്. നിങ്ങൾ ആരെങ്കിലും നിരന്തരമായി അവരെപ്പറ്റി നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ഫോൺ കോൾ വരുമോ, പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആൾ നമ്മളുടെ മുമ്പിൽ വരുമോ ഒക്കെ ചെയ്യാറില്ലേ? അപ്പം നമ്മൾ പറയുമ്പോൾ, അയ്യോ ഞാൻ നിന്നെപ്പറ്റി ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ, നിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും നിൻ്റെ കോൾ വന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതൊക്കെ നമുക്ക് ഈ ടെലിപ്പതിക്ക് ഒരു എക്സാമ്പിളാണ്. അത് യാദൃശ്ചികമല്ല കേട്ടോ, അത് എനർജി കണക്ഷനാണ്. നിങ്ങൾ ഒരാളെ പറ്റി ഇമോഷൻസോടെ നിരന്തരം ചിന്തിക്കുകയാണെങ്കിൽ
അയാൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അയാളിൽ ആ ഒരു എനർജി കണക്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ടെലിപ്പത്തി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ണുകളടച്ച് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. നിങ്ങളുടെ പാർട്ട്ണറിനെ സ്മൈലിംഗ് ആൻഡ് പീസ്ഫുള്ളായി ഇമാജിൻ ചെയ്യുക. ശ്രദ്ധിക്കണം, നിങ്ങളുടെ മനസ്സിലപ്പോൾ ആ പാർട്ട്ണറിനോടുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും കാണാൻ പാടില്ല. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മുഖം, ആ ചിരിച്ചുകൊണ്ട് നിങ്ങളെ നോക്കി നിൽക്കുന്ന ആ ഒരു മുഖം മാത്രം മനസ്സിൽ കാണുക. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ സോഫ്റ്റായി പറയുക, നമ്മുടെ റിലേഷൻഷിപ്പ് ഡിവൈൻ പ്രൊട്ടക്ഷനിൽ ആണ്. നമ്മൾ തമ്മിലുള്ള ബോണ്ട് പ്യുവർ ആൻഡ് സ്ട്രോങ് ആണ്. എല്ലാ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസും നാച്ചുറലി ഡിസോൾവ് ആകുന്നു. നിനക്ക് ക്ലാരിറ്റി വരുന്നു, നീ എന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഈ സമയം നിങ്ങൾ തേർഡ് പാർട്ടി വിഷ്വലൈസ് ചെയ്യുകയേ ചെയ്യരുത്. അവരെ ഹേറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് ഹാൻഡിൽ ചെയ്തോളും. ഇതൊരു 5 തൊട്ട് 7 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. എല്ലാം യൂണിവേഴ്സിൽ അർപ്പിച്ച് കിടന്നുറങ്ങും. ഒരു 7 ദിവസം കണ്ടിന്യൂ ചെയ്യുക. ഞാൻ പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും മാജിക്കൽ റിസൾട്ട് കിട്ടിയ ടെക്നിക്കാണിത്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. യൂണിവേഴ്സ് നിങ്ങളോടൊപ്പമുണ്ട്. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.